ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്നൊരു സംരംഭകയാണ് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഓയിസ്റ്റർ മാരിസ് എന്ന ഹോം സ്റ്റേ നടത്തുന്ന ഒരുപാട് വിദേശികളെ കേരളത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന സംരംഭകയായ അശ്വതിയാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. വനിതാ സൗഹൃദം കൂടിയാണ് ഓയിസ്റ്റർ മാരിസ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ഓയിസ്റ്റർ മാരിസിലെത്തിയ വിദേശികളായവരുടെ സന്തോഷം ഒക്കെ ഒന്ന് കാണാം. Yeah, just use that one in there. She's four. Yeah, I see them all five. One is here and one is here. Yeah. Ah, nice. അശ്വതി, വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. നമ്മൾ അശ്വതിയെ പോലെയുള്ള സംരംഭകരെ, വിജയ വഴിയിൽ മുന്നോട്ട് പോകുന്ന സംരംഭകരെ ന്യൂസ് 3യിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരുപാട് പേർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം, മുന്നോട്ട് പോകണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടാകും. അതിലിപ്പോൾ ഹോം സ്റ്റേ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രചോദനം, ഒരു പുഷ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓയിസ്റ്റർ മാരിസിന്റെ വീഡിയോസ് ഒക്കെ വൈറലാണ്. ഒരുപാട് പേരിങ്ങനെ കണ്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, അവിടെ വരുന്നവരെല്ലാവരും, അല്ലേ? എങ്ങനെയാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്? അതിനെക്കുറിച്ച് പറയാം. ഞാൻ ഈ സംരംഭം തുടങ്ങിയത് 2021 കോവിഡിൻ്റെ ഒരു സെക്കൻഡ് വേവ് ഘട്ടത്തിലാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ ചെറിയ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ നന്നായി പോയത് ഹോം സ്റ്റേകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്നവരും ഒക്കെ കൂടുതൽ ഹോട്ടലിനേക്കാളും ഉപരി അവർ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ഹോം സ്റ്റേകളായിരുന്നു. കൂടുതൽ ആളുകളൊന്നുമില്ലാത്ത ഒരു സ്ഥലം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും അവർ പ്രിഫർ ചെയ്തിട്ടിരിക്കുന്ന ഹോം സ്റ്റേകളായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആശങ്കകൾ എനിക്ക് അപ്പോൾ മാറിക്കിട്ടി. പിന്നെ അവിടുന്ന് തുടങ്ങിയതാണ് ഞാൻ. പക്ഷേ നല്ലൊരു വീട്ടിലിരുന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ സാധിക്കാത്ത സ്ത്രീകളുണ്ടാവും, കുട്ടികൾ, ചെറിയ മക്കളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മികച്ച വരുമാനം നേടാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഹോം സ്റ്റേകൾ. ഇപ്പോൾ 5-6 റൂം വേണമെന്നൊന്നുമില്ല. ഒരൊറ്റ റൂം ഉണ്ടെങ്കിൽ പോലും നമുക്കത് നമ്മുടെ അതിഥികൾക്കായിട്ട് കൊടുത്ത് നമുക്കതിൽ നിന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാം. ഒരു ജോലി എന്ന് കാണാതെ നമുക്കൊരു പാഷനായിട്ട്, നമ്മുടെ ഒരു ഹോബിയായിട്ട് കണ്ടു തുടങ്ങിയാൽ നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഈ ഹോം സ്റ്റേയും ഹോസ്റ്റിങ്ങും. അതെ, അത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ആകർഷണവും. കാരണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടാത്ത ഒരു ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ പോലെ അല്ലെങ്കിൽ എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും അത് കൊള്ളാലോ എന്ന് തോന്നും നമുക്ക്. അപ്പോൾ വീടിന് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ, അതിഥികളെ സൽക്കരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ പാഷൻ വേണം അതിന്. അല്ലാതെ അതൊരു ജോലിയായിട്ട് കണ്ടാൽ, അശ്വതിയുടെ കാര്യം പറഞ്ഞാൽ അശ്വതി എല്ലാം തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ അത് സാധിക്കുന്നത്? ആ ഒരു പാഷൻ നേരത്തെ ഉണ്ടോ? പാഷൻ, എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. എന്നിരുന്നാൽ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ അത്ര വലുതായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം വീട്ടിൽ കുക്ക് ചെയ്യും എന്നേ ഉള്ളൂ. ഇത് തുടങ്ങിയപ്പോഴാണ് നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമുക്കൊരാഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ഒരു പുതിയ ഡിഷസൊക്കെ ഉണ്ടാക്കി നോക്കി, നമ്മൾ ടേസ്റ്റ് ചെയ്ത് അത് കൊള്ളാമെങ്കിൽ നമുക്കത് വേറൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാവണം. അപ്പോൾ ഈ വരുന്ന വിദേശികളായിരുന്നാലും നമ്മുടെ ഇന്ത്യക്കുള്ളിലുള്ളവരായിരുന്നാലും ഫുഡ് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫുഡ് നോക്കി നല്ല ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ടാവും. അപ്പം അത് നമുക്ക് വീട്ടിൽ അത്രയും ഹൈജീനിക് ആയിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ ഉള്ളവർക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ അതിഥികൾക്കായിട്ട് കൊടുക്കുമ്പോൾ അവർക്കുള്ള സന്തോഷം അത് വേറെയാണ്. അത് കാണുമ്പോൾ അശ്വതിക്ക് സന്തോഷം. വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ, നമ്മളിപ്പോൾ സൈഡിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണുന്നത് പോലെ അവർക്ക് തലമുടി കെട്ടിക്കൊടുക്കുന്നു, അവർക്ക് സാരി ഉടുപ്പിക്കുന്നു, അതെല്ലാം ഒരിക്കലും ഒരു ജോലി എന്ന രീതിയിലല്ല കാണുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും മറക്കാനാകാത്ത അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ അവിടേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഈ വന്നവരൊക്കെ തന്നെ പറഞ്ഞിട്ട് അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലതാണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ്. എന്താണ് ഒരു അനുഭവം അവരിൽ നിന്ന്? തീർച്ചയായും ഈ വിദേശി
വിദേശികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് നമ്മുടെ കൾച്ചറിനെ കുറിച്ചിട്ട്, നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസസിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് അവർ റിസർച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പം അവർക്ക് അത് കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹമുള്ളവരാണ് അവർ വരുന്നത്. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് മാത്രം കാണാൻ മാത്രമല്ല, നമ്മുടെ ഫുഡ് കൾച്ചർ എന്ന് പറയുന്നതും ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതുപോലെ ഇന്ത്യയിലുള്ള ഫുഡിൻ്റെ വെറൈറ്റി ഒന്നും വേറെ ഒരിടത്തുമില്ല. ഒത്തിരി നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അത് നമ്മൾ ഒരിക്കലും ഒരു എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർക്ക് നമ്മുടെ ലോക്കലായിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് ആഗ്രഹം. ഇപ്പോൾ പലപ്പോഴും പലരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇടാറുണ്ട്, അയ്യോ ഇവർ ഇതൊക്കെ കഴിക്കുമോ, നമ്മുടെ പുട്ട് കഴിക്കുമോ, അപ്പം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് ഇടാം. പക്ഷെ അവർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്താണോ കഴിക്കുന്നത്, നിങ്ങളുടെ ലോക്കലായിട്ടുള്ള എന്താണ് ഫുഡ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് അത് ട്രൈ ചെയ്യണം. അപ്പോൾ അവർക്ക് നമ്മളത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ, പിന്നെ പലരും കുക്കിംഗ് ക്ലാസ് വേണമെന്ന് പറയാറുണ്ട്. പിന്നെ കുക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്ന് നിൽക്കാറുണ്ട്. ഇപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയമാണ്. അത് പുട്ടുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു പാത്രം ഉണ്ടല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണല്ലേ. അപ്പം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അവർക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് അവര്. അതുപോലെ തന്നെയാണ് ഈ നമ്മള് അവരെ താമസിപ്പിക്കുമ്പോൾ പലയിടത്തും താമസം കൊടുക്കാറുണ്ട്, പക്ഷെ ഭക്ഷണം പലയിടത്തും പുറത്തുനിന്ന് വരുത്തേണ്ട അവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കണം ഓയിസ്റ്ററിനെ പ്രത്യേകിച്ച് മാറ്റി നിർത്തുന്നത്. അതുപോലെ ഈ വിദേശികൾ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളും ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരിടം കൂടിയാണ്. അവരുടെയൊക്കെ ഒരു സമാധാന പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം കൊടുക്കുന്ന സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ സ്ത്രീ സൗഹൃദമാണ്. ഒരുപാട് സ്ത്രീകൾ, വനിതകൾ വരാറുണ്ടല്ലോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴായാലും ഒക്കെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കി എനിക്ക് തോന്നുന്നു ഒരു ഈ ഹോം സ്റ്റേ എന്നുള്ളതിൻ്റെ ഒരു പരമ്പരാഗതമായ രീതി പൊളിച്ചെഴുതി അശ്വതി. അതായത് അശ്വതിയുടെ അവിടെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ആ ഗസ്റ്റിനൊപ്പമുള്ള വയസ്സായവരെയോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെയോ ഒക്കെ അശ്വതിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്നുള്ളൊക്കെ ആ ഒരു രീതിയിലൊക്കെ പോയി അല്ലേ, അവിടം വരെ എത്തി നിൽക്കുന്നു ഹോം സ്റ്റേ കൺസെപ്റ്റ്. അതെ അതെ, തീർച്ചയായും. നമ്മൾ ഇപ്പം ഞങ്ങൾക്ക് കൂടുതലും വരുന്നതും ഈ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതലും വരുന്നത്. അപ്പം അവർക്ക് പലതരം ചിന്തകളായിരിക്കും. ഇന്ത്യ സേഫാണോ, കേരളത്തിൽ സേഫാണോ. അപ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾ ഒന്നും പേടിക്കണ്ട, സേഫാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പം അവർക്ക് എയർപോർട്ടിലായാലും റെയിൽവേ സ്റ്റേഷനായാലും ട്രാൻസ്പോർട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും സേഫായിട്ട്. ഇപ്പം രാത്രിയിലായിരിക്കും പല ഫ്ലൈറ്റുകളും ട്രെയിനുകളും വരുന്നത്. ഏർലി മോർണിംഗ് വരുന്ന ട്രെയിനുകളായിരിക്കാം, ഫ്ലൈറ്റുകളായിരിക്കാം. അപ്പോൾ അവർക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മളവരെ പറഞ്ഞ് ആദ്യമേ തന്നെ സമാധാനിപ്പിക്കും. നിങ്ങളെ ടെൻഷനൊന്നും വേണ്ട, ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഫെസിലിറ്റി നമ്മൾ കൊടുക്കും. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്കിപ്പോൾ പുറത്ത് പോകുമ്പോൾ കുട്ടികളെ സേഫായിട്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല, ഹോട്ടലിലൊന്നും അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളോട് പറയും ജസ്റ്റ് അവരെ ഒന്ന് ടേക്ക് കെയർ ചെയ്യും. ഓക്കെ, നമ്മൾ ടേക്ക് കെയർ ചെയ്യും, നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പം അവർ നമ്മൾ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നാലും നമ്മളത് ടേക്ക് കെയർ ചെയ്യും. അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. അവർ വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ നോക്കും. അതുപോലെ തന്നെയാണ് ഈ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു കാര്യം എനിക്ക് അത്ഭുതം തോന്നിയത്. ഇങ്ങനെ ഹോം സ്റ്റേ നടത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നമ്മളൊന്ന് ക്ലച്ച് പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാളെയും കൂടി ഒന്ന് സഹായത്തിന് വെക്കാം, അല്ലെ ക്ലീനിങ്ങിന് ഒരാളെ സഹായത്തിന് വെക്കാം, കുക്കിങ്ങിന് ഒരാളെ സഹായത്തിന് വെക്കാം, ഏതെങ്കിലുമൊക്കെ മാസ്റ്റർ ഷെഫിനെ വിളിച്ച് കുറച്ചുകൂടി നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അവിടെ അങ്ങനെ ഒരു ചിന്തയെ പോയിട്ടില്ല, എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? അത് ക്ലീനിങ് ഞാനും ചിന്തിച്ചിരുന്നു, ഒരാളെ ക്ലീനിങ്ങിന് വെച്ചാലോ എന്ന് ഫസ്റ്റ് ടൈമിൽ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അത് എനിക്ക് അത്ര വർക്കൗട്ട് ആവൂല എന്ന് ഞാൻ പിന്നെ വൃത്തി നമ്മളൊരു ജോലിക്ക് ഒരാളെ വെക്കുമ്പോൾ അവരെപ്പോഴും അവരുടെ അത് ഒരു ജോലിയായിട്ട് മാത്രമേ കണക്കാക്കാറുള്ളൂ. അപ്പോൾ പിന്നെ അതിന് ഞാൻ പിന്നെ വീണ്ടും റീവർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നതെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്.
കുറെ പേര് വിളിച്ച് ചോദിക്കാറുണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ വീഡിയോസ് കണ്ടിട്ട് വീട്ടിലൊക്കെ സ്ഥലമുണ്ട് കുറച്ച്, ഇങ്ങനൊരു ഹോം സ്റ്റേ തുടങ്ങണമെന്നുണ്ട്, അപ്പൊ എന്തൊക്കെയാണ് ഉപദേശം എന്നൊക്കെ അശ്വതിയെ വിളിച്ച് ചോദിക്കും എന്ന് കേട്ടല്ലോ, അതൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ട്? എങ്ങനെയൊക്കെ അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത്? തീർച്ചയായും ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ എന്നെ വയനാട്ടിൽ നിന്ന് ഒരു മാം വിളിച്ചിട്ടുണ്ടായിരുന്നു. സജി എന്നായിരുന്നു പേര്. സജി എന്നാണ് പേര്. മേപ്പാടിന്ന് ആണ് വിളിച്ചത്. അവര് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇത് കണ്ട് ഇൻസ്പയറിംഗ് ആയിട്ട് പുള്ളിക്കാരിയുടെ വീട്ടിലൊരു ഹോം സ്റ്റേ തുടങ്ങി. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വയനാട് വരുമ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വയനാട് പോകുമ്പോൾ ഞാൻ എന്തായാലും വിളിക്കും. അപ്പം പിന്നെ എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടത്, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഹോം സ്റ്റേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വീടുണ്ട് മുറിയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെതായ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ വേണം. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് അശ്വതിയുടെ നമ്പർ അറിയില്ലെങ്കിൽ നമ്മുടെ ഷോ കണ്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് തുടങ്ങണമെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊന്ന് പറയാമോ? ബേസിക് ആയിട്ട് വേണ്ട ആദ്യം വേണ്ടത് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോമാറ്റ് ഉണ്ടാവും. അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഫെസിലിറ്റി ഉള്ളത് അതൊക്കെ ടിക്ക് ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡയമണ്ട്, ഗോൾഡ്, സിൽവർ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ഫെസിലിറ്റി അനുസരിച്ചിട്ട് അവർ ഏതാണോ ക്ലാസിഫിക്കേഷൻ ഉള്ളത് അത് നമുക്ക് അലോട്ട് ചെയ്ത് തരും. അത് നമ്മുടെ വീട്ടിൽ വന്ന് വീട്ടിലെല്ലാം കണ്ട് അത്രയും ഓക്കെ ആണോ, ഹൈജീനിക് ആണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ തരുന്നത്. അപ്പോൾ അത് മാത്രം മതിയാവും ഈ ഹോം സ്റ്റേ തുടങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു പേപ്പർ എടുക്കണം. പിന്നെ നമ്മുടെ ഈ ഏതാണോ എവിടെയാണോ ഏതൊക്കെ റൂംസ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു പ്ലാനൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഒരു അപ്രൂവലൊക്കെ എടുക്കണം. അപ്പോൾ അതെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസിഫിക്കേഷൻ കിട്ടും. അത് മാത്രം മതി നമുക്ക് ഇത് തുടങ്ങാനായിട്ട്. അധികം ജോലി പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, അത്രമാത്രമുള്ള ഇതൊന്നുമില്ല. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മൾ കുറച്ച് ഒരു അത്രമാത്രമുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ചൊക്കെ നമ്മളും കൂടെ വർക്ക് ചെയ്യണം. നമുക്ക് എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യാം എന്ന് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാം ചെയ്യുമ്പോഴത്തേക്കും പതിയെ നമുക്ക് ഗസ്റ്റ് നമ്മളെ തന്നെ തേടി വരും. പക്ഷെ അതിന് നന്നായി ജോലി ചെയ്യണം, വർക്ക് ചെയ്യണം. അല്ല അശ്വതി പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് വലിയ സഹായകമായിട്ടുണ്ട്. വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ അത് അവരുടെ ഇപ്പൊ നമുക്ക് ഒരിക്കലും വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യുന്ന സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ അവർ ചിരിക്കുള്ളൂ. അവർക്ക് ചിരിച്ച മുഖം കിട്ടിയാലേ നമുക്കത് പോസിറ്റീവായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയാമോ? ഈ വന്നവർ തന്നെ വീണ്ടും വന്നിട്ടില്ലേ ഇഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ? അതെ, നമ്മളിപ്പോ ഒരു ഗസ്റ്റായി വന്ന് നമുക്കൊരു ഫാമിലി മെമ്പറായി മാറിയതുപോലുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട് നമുക്ക്. ഇപ്പോഴും 2021 വന്നിട്ട് പോലും നമ്മളിപ്പോഴും ഒരു ആ റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ട് നമുക്ക്. ഇപ്പോൾ ഞങ്ങൾക്ക് 2024 വന്ന ഒരു ഗസ്റ്റ് ഉണ്ട്. അവർ UK ഗസ്റ്റാണ്. കഴിഞ്ഞ വർഷം വന്നതാണ്. 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പോയി ഒരു 1 മന്തിനകം തന്നെ ഞങ്ങൾക്ക് 2025 ജനുവരിയിൽ ബുക്ക് ചെയ്തു, അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ 2025 ഫസ്റ്റ് ബുക്കിംഗ് ആയിരുന്നു അത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവർ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് നമ്മളിവിടെ താമസിക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ജനുവരിയിൽ അവർ വരികയും ചെയ്തു. അവർ ഫാമിലിയെ കൂട്ടിയിട്ടാണ് വന്നത്. വന്നിട്ട് അതിൽ ഒരാളുടെ 50ാമത്തെ പിറന്നാൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഭയങ്കര സെലിബ്രേഷനായിട്ട് ആഘോഷിച്ചിരുന്നു. ഞങ്ങൾക്ക് അത് ഒരിക്കലും മറക്കാത്ത ഒരു സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ ഒത്തിരി പേര് ഇപ്പം ഇവിടെ വരുമ്പോഴായിരിക്കും ബർത്ത്ഡേസ് ഉണ്ടാവുക. അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കും, ഭക്ഷണം ഉണ്ടാക്കും, ഒരുമിച്ചിരുന്ന് കഴിക്കും, പാട്ട് പാടും. വളരെ നല്ലൊരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് അത് ഹോസ്റ്റിംഗ് എന്ന ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ജോബാണ് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു സ്ത്രീക്ക് എങ്ങനെ പോയാലും പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഒരു സാധാരണ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ നമ്മുടെ അച്ഛനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അമ്മയോ ഭാര്യയോ ഒക്കെ ആയിരിക്കും സൽക്കരിക്കുന്നത്. ആ ഒരു
ക്വാളിറ്റി മതി ഇത് ചെയ്യാനും, അത്രേ വേണ്ടുള്ളൂ. മലയാളികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതൊന്ന് പോളിഷ് അതൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ അത്ര മാത്രമേ ചെയ്യേണ്ടിയുള്ളൂ. എനിക്ക് ആ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സദ്യ കഴിക്കുന്നതും ബോളിയും പായസവും ഒക്കെ കൂടി കഴിക്കുന്നതുമാണ്. അപ്പോൾ അത് ഭയങ്കര എങ്ങനെ കഴിക്കും, കൈകൊണ്ട് അവർ സാധാരണ കഴിക്കാറില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആദ്യം എങ്ങനെയാണ് അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരതിന് തയ്യാറാണോ? നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ തയ്യാറാണോ, അതോ സ്പൂണൊക്കെയാണോ ആദ്യം എടുക്കുക? ഞങ്ങള് സദ്യ കഴിക്കുമ്പോൾ ഞാൻ പറയും, സ്പൂൺ വെച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൈ വെച്ച് കഴിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കുന്നത്. കറിയായിരുന്നാലും ചോറായിരുന്നാലും മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ റിയൽ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കും, അവരത് ട്രൈ ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു ക്വാളിറ്റി ഉണ്ട് അവർക്ക്, അത് ട്രൈ ചെയ്യും അവര്. കൈ വെച്ച് കഴിച്ചാൽ എങ്ങനെയായിരിക്കും. നമുക്കൊരു വീഡിയോ കാണാം, ഒരു വീഡിയോ നമുക്ക് കാണാം. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. I will try it. Can't take a chip pizza. Your finger doesn't want to pick it up. I must have a short little finger. Yeah, just use that many then. She's 4. Yeah, I see the low 5. ഇതാണ് എത്ര ആസ്വദിച്ചാണ് അവർ കഴിക്കുന്നത് എന്നുള്ളത് അവരുടെ ആ മുഖത്തു നിന്ന് അത് മനസ്സിലാവുന്നുണ്ട് അശ്വതി. അപ്പോൾ അശ്വതിക്ക് അത് ഡയറക്റ്റ് കിട്ടുമ്പോഴാണ് കൂടുതൽ എനർജി എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെ അവിടെ പോയി പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരുന്നവരുണ്ടോ? ഒരുപാട് പേര് തീർച്ചയായും ഉണ്ട്. അവിടെ പോയി നമുക്ക് റെക്കമെൻഡേഷൻ തരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഒഴിവാക്കി അവർ നമ്മളെ ഡയറക്റ്റ് കോൾ ചെയ്യും. നമ്മൾ ഇന്ന ദിവസം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇന്ന ആൾ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്, വിളിക്കുന്നവരുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമുണ്ട്. നമുക്കിപ്പോ എത്ര പേരെയാണ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക? ഓയിസ്റ്റർ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഓയിസ്റ്ററിൽ 3 റൂമാണുള്ളത്. ഞങ്ങൾ അതിഥികൾക്കായിട്ടുള്ളത് 3 റൂമാണ്. 2 റൂം, ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു റൂം, 2 റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്വപ്നം എന്താണ്? ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, കുറച്ചുകൂടിയൊക്കെ ഒന്ന് മുന്നോട്ട് പോകണം, അങ്ങനെയുണ്ടോ അശ്വതിക്ക്? ഇപ്പോ എക്സ്പാൻഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഒത്തിരി ദൂരത്തിലോട്ടൊന്നുമല്ല, അവിടെ തന്നെ എക്സ്പാൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതൊരിക്കലും ഇതേ ഒരു ഇത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കണം. ക്വാളിറ്റി വിടാൻ തയ്യാറല്ല. ക്വാളിറ്റി വിടാൻ തയ്യാറല്ല. നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായി മുന്നോട്ട് പോകത്തുള്ളൂ. അത് വേറൊരാളെ നിർത്തി ചെയ്യാം, ഒരാളെ നമ്മൾ ഹയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും മുന്നോട്ട് പോവില്ല. വ്യക്തമായി മനസ്സിലായി. അപ്പൊ എന്തായാലും പൈസ മാത്രമല്ല, അല്ലെങ്കിൽ സാമ്പത്തികം മാത്രമല്ല താങ്കളുടെ ഉദ്ദേശം എന്നുള്ളത് ആ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലായി. എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ, ഒരുപാട് അതിഥികളെ സത്കരിക്കാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച്. ഇനി അറിയാം. ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞ ഒന്നാണ് മരുന്ന് മാറി നൽകി കുഞ്ഞു ഗുരുതരാവസ്ഥയിൽ ആയി എന്നുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള ആ വാർത്തയിൽ മരുന്ന് മാറി നൽകിയത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ്. ഒരു മരുന്നില്ലെന്ന് പറയുമ്പോൾ മറ്റൊരു മരുന്ന് തരുന്ന രീതിയുണ്ട് പല മെഡിക്കൽ സ്റ്റോറിലും. അതേപോലെ മൂത്ത കുട്ടിക്ക് കൊടുത്ത അതേ മരുന്ന് അതേ അസുഖത്തിന് ഇളയ കുഞ്ഞിന് നൽകുന്ന രീതി പല വീട്ടിലുമുണ്ട്. ഇതൊക്കെ വരുത്തി വെക്കുന്ന അപകടം ചെറുതല്ല. മരുന്ന് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നിരവധിയുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്ന് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുകയാണ് ശിശുരോഗ വിദഗ്ധ കൂടിയായ ഡോക്ടർ ശ്രുതി AR. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി, പ്രാൺ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഈ അടുത്ത കാലത്ത് 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് സിറപ്പിന് പകരം ഡ്രോപ്സ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നൽകി കുഞ്ഞിന്റെ കരളിനെ ബാധിക്കുകയും തുടർന്ന് കുഞ്ഞ് ഹോസ്പിറ്റലിലാവുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് കുറച്ച് സംശയങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പം ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. കുഞ്ഞുങ്ങളുടെ പാരന്റ്സ് എന്ന നിലയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ കുഞ്ഞും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. നമ്മുടെ ഓരോ പൊന്നോമനയും നമുക്ക് പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളുമാണ്. ഓരോ കുഞ്ഞിന്റെയും സ്വഭാവത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസവും എല്ലാം പോലെ തന്നെ അവരുടെ വെയിറ്റും തൂക്കവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ.
ചിലപ്പോൾ 1 വയസ്സായ ഒരു കുഞ്ഞിന് 10 കിലോഗ്രാം തൂക്കം ഉണ്ടാവാം, ചില കുട്ടികൾക്ക് 9 കിലോഗ്രാം ആയിരിക്കും, എന്നാൽ വേറെ ചില കുട്ടികൾക്ക് 12 കിലോഗ്രാം തൂക്കമായിരിക്കും. അങ്ങനെ ഓരോ കുട്ടിയുടെയും വ്യത്യാസപ്പെട്ട വെയിറ്റ് പോലെ തന്നെ വ്യത്യാസപ്പെട്ട വെയിറ്റ് അനുസരിച്ച് അവരുടെ പീഡിയാട്രിക് മരുന്നുകൾ, മെഡിസിൻസിന്റെ ഡോസും മാറി മാറി വരുന്നു. നിങ്ങളപ്പം ഒരു പീഡിയാട്രീഷ്യനെ, ശിശുരോഗ വിദഗ്ധനെ പനിയോ ചുമയോ വേറെ എന്ത് കംപ്ലൈന്റിനാൽ കാണിക്കാൻ കൊണ്ടുപോയാലും ഡോക്ടർ കുഞ്ഞിന്റെ വെയിറ്റ് എടുത്തു എന്ന് ഉറപ്പുവരുത്തുക, വെയിറ്റ് അനുസരിച്ചാണ് മരുന്ന് തരുന്നത് എന്ന് ഉറപ്പുവരുത്തുക. കാരണം വെയിറ്റ് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 2 or 3 കുട്ടികൾ ഉണ്ടാവാം. 3 വയസ്സായ ഒരു കുഞ്ഞിന് കൊടുത്ത മരുന്ന് 2 വയസ്സായ കുഞ്ഞിന് കൊടുക്കാമോ? ഒരിക്കലും പാടില്ല. കാരണം 3 വയസ്സായ കുഞ്ഞിന്റെ തൂക്കമായിരിക്കില്ല 2 വയസ്സായ കുഞ്ഞിന്. അതനുസരിച്ച് ഡോസിൽ വ്യത്യാസം വരികയും 2 വയസ്സായ കുഞ്ഞിന് ഓവർ ഡോസിൽ മരുന്ന് ചെല്ലുകയും ചിലപ്പോൾ അത് ഏതെങ്കിലും ഓർഗൻസിനെ ബാധിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പീഡിയാട്രിക്സിൽ ശിശുരോഗങ്ങളിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസിൽ സ്ട്രെങ്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ഡ്രോപ്സ് രൂപേണയോ അല്ലെങ്കിൽ സിറപ്പിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ടാബ്ലറ്റ് രൂപത്തിലോ മരുന്നുകൾ അവൈലബിൾ ആണ്. സിറപ്പിൽ തന്നെ പല സ്ട്രെങ്തുകളും പല ഫോർമുലേഷൻസും വരും. ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാൾപോൾ തന്നെ എടുക്കാം, അല്ലെ? കാൾപോൾ ഡ്രോപ്സ് രൂപത്തിൽ വരുന്നുണ്ട്. സിറപ്പിൽ തന്നെ 125, 250, 120 വരുന്ന ചില പാരസെറ്റമോളുകളുണ്ട്, 500, അങ്ങനെ പല രീതിയിലും സിറപ്പുകൾ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പനിയായിട്ട്, ഉദാഹരണത്തിന് ആരെങ്കിലും അവിടെ ഒരു കുഞ്ഞിനെ പനിയായി കൊണ്ടുപോകുന്നു. കുഞ്ഞിന് 10 കിലോഗ്രാം തൂക്കമുണ്ട്, 1 വയസ്സായ കുഞ്ഞാണെന്നിരിക്കട്ടെ. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുകയാണ്, കുഞ്ഞിന് പാരസെറ്റമോൾ കൊടുക്കുക, 125 സ്ട്രെങ്ത് ഉള്ള പാരസെറ്റമോൾ ആണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്, 5 ml വെച്ച് 6 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് കൊടുത്തോളൂ എന്ന് ഡോക്ടർ പറയുന്നു. ഓക്കെ, ആ നിർദ്ദേശമെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുക്കുന്നു. അവിടെ സിറപ്പ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവിടെ ഇരിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന ആള് പകരം കുഞ്ഞിന് എന്ത് കൊടുക്കുന്നു? ഡ്രോപ്സ് കൊടുക്കുന്നു. നിങ്ങൾ ഇതേ 5 ml ഡ്രോപ്സ് കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിലുള്ള അവസ്ഥ എന്താണ്? ഈ ഡ്രോപ്സിൽ നിങ്ങൾക്ക് ഡോക്ടർ കുറിച്ച് തന്ന സിറപ്പിൽ 5 ml 125 mg ഉണ്ടെങ്കിൽ ഈ ഡ്രോപ്സിൽ 1 ml 100 mg ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ കുഞ്ഞിന് ഏകദേശം 4 തൊട്ട് 5 ഇരട്ടിയിലധികം മരുന്ന് കുഞ്ഞിന്റെ ലിവറിലോട്ട് കയറ്റി വിടുകയാണ്. അപ്പോൾ കുഞ്ഞിന് അതുമൂലം ലിവർ ടോക്സിറ്റി, ഓവർഡോസ് മൂലം ലിവർ ടോക്സിറ്റി, ഹെപ്പാറ്റോടോക്സിറ്റി വരികയും അത് കാരണം ലിവർ ഫെയിലിയറോ മരണമോ വരെ സംഭവിച്ചേക്കാം. അപ്പം ഇതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇത് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഹാൻഡിൽ ചെയ്യേണ്ട. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാനിക് ചെയ്യേണ്ട. ഉടനെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച പീഡിയാട്രീഷ്യനെയോ ഡോക്ടറിനെയോ വിളിച്ച് ചോദിക്കുക, ഡോക്ടറെ ഇവിടെ സിറപ്പ് ഇല്ല, ഞാൻ ഡ്രോപ്സ് കൊടുക്കാമോ? അപ്പൊ ഡോക്ടർ അതനുസരിച്ചുള്ള ഡോസേജ് പറഞ്ഞു തരികയും നിങ്ങൾക്ക് ആ സംശയം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാവുന്നതും പിന്നീട് നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാവുന്നതുമാണ്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മരുന്നുകളും കരളിനെ മാത്രമാണോ ബാധിക്കുന്നത്? കരളിനെ മാത്രമല്ല, വൃക്കകളെ ബാധിക്കുന്ന മരുന്നുകളുണ്ട്, തലച്ചോറിനെ ബാധിക്കുന്ന മരുന്നുകളുണ്ട്. അപ്പം ഏത് മരുന്നും ഓവർഡോസ് ആയി കഴിഞ്ഞാൽ അതാത് ഓർഗൻസിനെ ബാധിക്കുകയും അതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ചില കുട്ടികൾ അമിതമായ ഛർദി അല്ലെങ്കിൽ മനം പുരട്ടൽ, വയറുവേദന, എത്രത്തോളം വിളിച്ചാലും കുഞ്ഞെണീക്കാതെ കിടക്കുക, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലിവറിനെ ബാധിക്കുമ്പോൾ, കരളിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ചിലപ്പോൾ വൃക്കയെ ബാധിക്കുമ്പോൾ വേറെ കുറെ ലക്ഷണങ്ങളായിരിക്കാം, നീർവീക്കവും മൂത്രം കുറവും, ദേഹത്ത് ചിലപ്പോൾ ചൊറിച്ചിലോ BP ഉണ്ടാവുന്ന വ്യതിയാനങ്ങളോ അങ്ങനെ ഏറെങ്കിലും. അപ്പം ഇങ്ങനെ ഓരോ ഓർഗൻസിനെയും ഓരോരോ മരുന്നുകൾ അഫക്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ കുട്ടികൾ ഉണ്ടാവുന്ന സിംറ്റംസും മാറി മാറി വരുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അപ്പൊ ചെറിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണ്, ഏതെങ്കിലും നിങ്ങൾ ഓവർഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പാനിക് ആവാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറിന്റെ സൈഡിൽ നിന്നാവില്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്നും തെറ്റുവരണം. അതിന്റെ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ ആണ്, ഡോക്ടർ ഇപ്പൊ നിങ്ങൾക്ക് പറയുകയാണ് 6 മണിക്കൂർ ഇടവേളകളിൽ പാരസെറ്റമോൾ കൊടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നു, കുഞ്ഞിനെ പനിയാണല്ലോ, കൂടുതലാണ്, 2 മണിക്കൂറായിട്ട് കുറയുന്നില്ല, എന്നാൽ നമുക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ അങ്ങ് പാരസെറ്റമോൾ കൊടുത്തേക്കാം. ഒരിക്കലും പാടില്ല, അത് തെറ്റാണ്. കാരണം അതും നിങ്ങളുടെ കുഞ്ഞിന് ഓവർഡോസ് മരുന്ന് ചെല്ലുകയും അതുമൂലം കരളിന് ഇഞ്ചുറി ഉണ്ടാവുകയും ലിവർ ടോക്സിറ്റി കാരണം കുഞ്ഞിന്റെ ലിവർ അഫക്റ്റഡ് ആവുകയും ചെയ്യും. ഇതും ആ മെഡിക്കൽ സ്റ്റോർ പാർട്ടി അതേ തെറ്റ് തന്നെയാണ് നിങ്ങളും ആവർത്തിക്കുന്നത്. അപ്പം ഏത് രീതിയിലും ഒരിക്കലും ഓവർഡോസ് കുഞ്ഞിന്റെ അടുത്ത് എത്താൻ പാടില്ല. എപ്പോഴും ഒരു പീഡിയാട്രീഷ്യന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ്.
ചിലപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും. ചില മരുന്നുകൾ നമുക്ക് സ്റ്റൊമക് വാഷ് അഥവാ ഗ്യാസ്ട്രിക് ലവാഷ് വഴി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ ചില മരുന്നുകൾക്കെല്ലാം ആന്റിഡോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ ഒരു പ്രത്യേക അളവിനുള്ളിലാണെങ്കിൽ ചിലപ്പോൾ ചില മരുന്നുകൾക്ക്, എല്ലാ മരുന്നുകൾക്കും ഇല്ല, പാരസെറ്റമോളിന് ഉദാഹരണത്തിനുണ്ട്, ആന്റിഡോട്ട് കൊടുത്ത് നമുക്ക് ഒരു പരിധിവരെ ഈ കരളിലുണ്ടാവുന്ന ഇഞ്ചുറി, അക്യൂട്ട് ലിവർ ഫെയിലിയറോ ട്രാൻസ്പ്ലാന്റിലോട്ട് പോകുന്ന അവസ്ഥയോ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ സിവിയർ ആയിട്ടുള്ള ഒരു ലിവർ ഫെയിലിയർ, അക്യൂട്ട് ലിവർ ഫെയിലിയറിലോട്ട് കുഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ എന്താണ് വേണ്ടത്? നമ്മൾ മുൻകരുതൽ എടുക്കണം, മുൻകരുതലോടെ പെരുമാറണം. അപ്പോൾ ഓരോ തുള്ളി മരുന്നും എത്തുന്നതിന് മുമ്പേ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക. നിങ്ങളുടെ കുരുന്നുകളുടെ ജീവൻ നിങ്ങളുടെ കൈകളിലൂടെയാണ്. അതുകൊണ്ട് ടേക്ക് കെയർ. നന്ദി. തീർച്ചയായിട്ടും നമ്മൾ വളരെ എപ്പോഴും അശ്രദ്ധ കാണിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഡോക്ടർ ശ്രുതി അതിനുള്ള പരിഹാരമാണ് പറഞ്ഞു തന്നത്. ന്യൂസ് പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥിയും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.